KP അനിൽകുമാർ കൂടി ചേരുകയാണ്. അനിൽകുമാർ, നിങ്ങളുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക്, നമ്മളുടെ ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു പരാതിയോ ഇതുപോലെ ഒരു മനുഷ്യനെയോ പരിചയപ്പെടേണ്ടി വന്നിട്ടില്ല. 4 പേജുള്ള ഒരു പരാതി എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അതിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അതിൽ ഒരു വരി ഞാൻ വായിക്കാം. ഒരു കാരണവശാലും ഇയാളെ ഒരു പൊതുസ്ഥാനത്തിരുത്തരുത്, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഒരു കാരണവശാലും ഇയാൾക്ക് ഇടപെടാൻ അവസരമുണ്ടാക്കരുത് എന്നാണ്. അനിൽകുമാർ, ഇതൊക്കെ കാണുമ്പോ പൊതുജന സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾ, നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയേണ്ടത്. കോൺഗ്രസ് പാർട്ടി, അതിന്റെ നേതൃത്വം ഇന്ന് ഈ കാര്യങ്ങളിലെല്ലാം അവലംബിക്കുന്ന മൗനം രാഷ്ട്രീയത്തിന് തന്നെ, കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമായ ഒന്നായി മാറിയിരിക്കുക. കാരണം ഇതുപോലൊരു ക്രിമിനലിനെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ഇതുപോലൊരു ക്രിമിനലിനെ കൊണ്ടു നടന്നത് ആരാണ്? ഇതുപോലൊരു ക്രിമിനലിനെ വളർത്തിയതാരാണ്? ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ പൊതുസമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പൊതുസമൂഹത്തിന് ഒരിക്കലും രാഷ്ട്രീയക്കാരനെ കാണാൻ സാധിക്കാത്ത ഒരാളെ വളർത്തി വലുതാക്കി വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്കോ വിശിഷ്യ അതിന്റെ നേതാക്കൾക്കോ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായ നടപടിയെടുത്ത് വരും കാലങ്ങളിലെങ്കിലും സുരക്ഷിതമായി ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ അനിൽകുമാർ, ഈ ഒരു പരാതി അടക്കം എത്രയോ പരാതികൾ, അതായത് 2020 ഈ റിനി എന്ന് പറയുന്ന പെൺകുട്ടിയാണല്ലോ ആദ്യം ഇയാളുടെ കുറിച്ച് പേര് പറയാതെ തന്നെ കാര്യങ്ങൾ വിശദമാക്കുന്നത്. ആ 2020 മുതൽ 25 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇയാളുടെ കഴുകൻ കണ്ണുകൾ ചെല്ലാത്ത ഒരു മേഖലയിലുമില്ല. അത് സംഘടന, കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്തുണ്ട്, യൂത്ത് കോൺഗ്രസിലുണ്ട്, കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലേക്കുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, പൊതുസമൂഹത്തിൽപ്പെട്ടവരുണ്ട്. ഇത്രയും വലിയൊരു പെൺവേട്ടക്കാരൻ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകുന്നു, അതിനുശേഷം പെട്ടെന്ന് MLA സ്ഥാനം നൽകുന്നു. എന്നിട്ട് ഈ ഒരു ക്വാളിറ്റി, ഇങ്ങനെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവർക്കാണ് കോൺഗ്രസിൽ കൂടുതൽ ഉന്നതമായ പദവികൾ നൽകുക എന്നൊരു സന്ദേശം കൂടി ഇവർ നൽകുകയല്ലേ ശ്രീ അനിൽകുമാർ? തീർച്ചയായും താങ്കളുടെ നിഗമനം 100% ശരിയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഒരു കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൊലപാതകത്തിന് സഹായം നൽകുന്നത്. അപ്പൊ അതുപോലെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയും, അതിനകത്ത് എല്ലാ നേതാക്കന്മാരെന്നും ഞാൻ പറയുന്നില്ല, ചില നേതാക്കളുമാണ്. അവരാണ് ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളികൾ എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. കോൺഗ്രസിനാണ് ഇതിനകത്ത് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം. കാരണം ഈ പറഞ്ഞതുപോലെ ഇയാളെ സ്വഭാവം എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്. അങ്ങനെ സ്വഭാവമുള്ള ഒരാളെ, ഈ സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാളെ, ഒരു ക്രിമിനലായ ഒരാളെ വളർത്തി വലുതാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കോൺഗ്രസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നന്ദി ശ്രീ KP അനിൽകുമാർ പ്രതികരിച്ചതിന്.